ഇന്നലെ ബിഗ് ബോസിൽ സംഭവിച്ച കുറച്ച് കാര്യങ്ങളുടെ ബ്രീഫ് ഞാൻ നിങ്ങൾക്ക് തരാം. എല്ലാവർക്കും അറിയുന്ന പോലെ ഹൗസിന്റെ ക്യാപ്റ്റൻ അനീഷ് ആണല്ലോ. അപ്പോ അനീഷിന്റെ അതായത് ക്യാപ്റ്റന്റെ എല്ലാ അധികാരവും ഉപയോഗപ്പെടുത്തിയുള്ള ഒരു മൈൻഡ് ഗെയിമാണ് അനീഷ് അവിടെ കളിച്ചത്. രേണുസുധിയുടെ തലവേദന വിഷയത്തെ സപ്പോർട്ട് ചെയ്തതും ഇതേ തലവേദന വിഷയവുമായി ഷാനവാസ് വന്നപ്പോൾ അത് അംഗീകരിക്കാതിരുന്നതും ഒക്കെ അനീഷിന്റെ ഒരു ചൊറി ടാക്ടിക്സിന്റെ ഭാഗമാണെന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. കാരണം നോമിനേഷൻ സമയത്ത് ഗിസലിനെ നോമിനേറ്റ് ചെയ്ത ഷാനവാസ് നമ്മുടെ സംസ്കാരത്തിന് ചേരുന്നതല്ല ഗിസലിന്റെ വസ്ത്രധാരണം എന്ന് ഒരു കമന്റ് നടത്തിയിരുന്നു. ഈ ഒറ്റ കമന്റ് കൊണ്ട് ഷാനവാസ് ഏറിൽ പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്തേക്ക്. പിന്നെ നോമിനേഷനിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ശൈത്യക്കാണ്. അതിനൊരു കാര്യം കൂടിയുണ്ട്. ബിഗ് ബോസ് ഹൗസിൽ ഡിസ്പ്ലേ വെച്ച ഡാസ്ലർ മേക്കപ്പ് പ്രോഡക്റ്റുകൾ എല്ലാ മത്സരാർത്ഥികളും എടുത്ത് ഉപയോഗിച്ചിരുന്നു. പക്ഷെ അവിടെ ശൈത്യ മാത്രം പറഞ്ഞു ഞാനത് ഉപയോഗിച്ചിട്ടില്ല. അത് ബിഗ് ബോസിനോടൊരു കള്ളം പറഞ്ഞതായിരുന്നു. ഇത് എല്ലാവരെയും ചൊളിപ്പിച്ച ഒരു കാര്യം കൂടിയാണ്. സോ ഒബിയസ്ലി നോമിനേഷനിൽ ശൈത്യക്കെതിരെ ഒരു മാസ് വോട്ടിംഗ് നടത്തുകയും ചെയ്തു. പിന്നീട് ഏറ്റവും കൂടുതൽ നോമിനേറ്റ് ചെയ്യപ്പെട്ടത് രഞ്ജിത്തും രേണുവും ഒക്കെയാണ്. റെന ഫാത്തിമയുടെ പേര് ആരും നോമിനേറ്റ് ചെയ്തില്ലെന്നത് നമ്മളൊന്ന് നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഏറ്റവും ചെറുതായിട്ട് നല്ല മെച്യൂരിറ്റിയിൽ രന കളിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ ബിഗ് ബോസിന്റെ അമ്മാവനാവാൻ മുൻഷി രഞ്ജിത്ത് ശ്രമിച്ചപ്പോൾ അബദ്ധത്തിലാണെങ്കിലും ആ അമ്മാവൻ പട്ടം കിട്ടിയത് ഷാനവാസിനാണ്. അങ്ങനെ എത്ര അബദ്ധങ്ങൾ, അങ്ങനെ എത്ര ടാക്ടിക് മൂവുകൾ. ഇനി മൂന്നാം ദിനം എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.